നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത്, നമ്മൾ മറികടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളോട് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്, ഒരു പോക്കുവഴിയുണ്ട്. ആമേൻ. നിങ്ങളുടെ വിഷയത്തിനകത്തൊരു പോക്കുവഴിയുണ്ട്. എന്നും നിങ്ങൾ ഈ വിഷയം കൊണ്ട് എല്ലാ നാളുകളും ഇങ്ങനെ പോകത്തില്ല. എല്ലാ ദിവസവും നിങ്ങൾ ഈ വിഷയവുമായി വിഷമിക്കത്തില്ല. എന്നും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു പോക്കുവഴിയുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് ഈ വചനം കേൾക്കാനുള്ളവരെ എല്ലാവരെയും കർത്താവ് ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്തവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ നോക്കി പരിശുദ്ധ ആത്മാവ് സംസാരിക്കുന്ന, നിങ്ങളെ ഒന്നുകൂടെ ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന ഒരു പദമാണ് ഒരു പോക്കുവഴിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, ഒരു പോക്കുവഴി നിങ്ങൾക്കുണ്ട്. ആമേൻ. എൻ്റെ വിഷയത്തിനകത്ത് ഒരു പോക്കുവഴിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ വായി തുറന്നു പറയുമ്പോൾ, നിങ്ങൾ ഹല്ലേലൂയ ഹൃദയത്തിനകത്ത് ഈ പദത്തെ നിങ്ങളുടെ മാംസപ്പലകകൾ എഴുതി വെക്കുമ്പോൾ, പിശാചിന് അതിനെ പിടിക്കുവാൻ കഴിയാത്ത, പിശാചിന് അതിനെ ഒതുക്കി വെക്കുവാൻ കഴിയാത്ത ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, ഒരു പോക്കുവഴിയുണ്ട്. ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ഈ പ്രാരംഭ നിമിഷം പ്രവചനാത്മാവിൽ കൈമാറുകയാണ്. ആ ദൈവമക്കളെ, നിങ്ങളുടെ വിഷയത്തിനകത്ത് വ്യക്തമായ ഒരു പോക്കുവഴിയുണ്ട്. നാളിതുവരെ കാണാൻ കഴിയാത്ത, നാളിതുവരെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത എന്തോ ഒരു വലിയ പോക്കുവഴി നിങ്ങളുടെ വിഷയത്തിനകത്ത് കർത്താവ് ഇന്ന് രാത്രി കൽപ്പിച്ചാക്കുകയാണ്. എങ്ങനെയെന്നറിയത്തില്ല, എന്താകുമെന്നറിയത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പ്രവചനാത്മാവിൽ കൈമാറുന്നു. ആ വിഷയത്തിനകത്ത് നീ പോലും അറിയാത്തൊരു ദൈവകര, നീ പോലും അറിയാത്ത ചില വിടുതലുകൾ, നീ പോലും അറിയാത്ത ചില ദൈവപ്രവർത്തികൾ സ്വർഗത്തിലെ ദൈവം അയക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ റിസീവ് ചെയ്യാൻ കഴിയുന്ന ദൈവജനം ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വചനം, ഈ പദം എൻ്റെ അകത്തേക്ക് ഒത്തിരി ആഴമായി ഇറങ്ങാൻ തുടങ്ങി. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് തന്ന ഒരു വേദഭാഗം വേഗത്തിൽ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ അകത്ത് 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വേദഭാഗം. ആമേൻ. 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 ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ആ വചനം എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളോട് ഈ വചനത്തിൽ കൂടെ ഇടപെടാനുണ്ട്. ഈ വചനത്തിൽ നിങ്ങളെ ഉറപ്പിക്കാനുണ്ട്. വായിച്ച കുറിവാക്യം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ആമേൻ. ഫസ്റ്റ് തന്നെ നിങ്ങളെ ഉറപ്പിക്കുകയാണ്, നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്. ശാന്തമായി വചനം ഞാൻ നിങ്ങളുടെ അകത്തേക്ക് കൈമാറുകയാണ്. നിങ്ങളെ കർത്താവ് ഉറപ്പിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിനകത്ത് ഇത്രയധികം പരീക്ഷകൾ കടന്നു വരുന്ന എന്ന് ചിന്തിക്കുന്ന ആരോ ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത്രയധികം പരീക്ഷകൾ, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത്രയധികം പ്രതികൂലങ്ങൾ, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത്രയും അധികം പ്രശ്നങ്ങൾ, തല ഉയർത്തി നോക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ എനിക്ക് മാത്രം എന്തുകൊണ്ട് കടന്നു വരുന്നു എന്ന് ചിന്തിക്കുന്ന ആരോടോ സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പൊ മനുഷ്യന് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലത്തിനകത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാ, ചില പരീക്ഷകൾക്കകത്തുകൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ചില പ്രതികൂലത്തിനകത്തുകൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇതിനകത്ത് ദൈവത്തിന്റെ പ്രതിക്രിയകൾ വേഗത്തിൽ വെളിപ്പെടും. ഇതിനകത്ത് ദൈവത്തിന്റെ വിടുതലുകൾ വേഗത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. പരീക്ഷ നിങ്ങൾക്ക് വഹിക്കുവാൻ കഴിയാത്തതൊന്നും ദൈവമക്കളെ, നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് വഹിക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നവും ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ഇട്ടു തരത്തില്ല. നിങ്ങൾ ആരംഭത്തിൽ തന്നെ അങ്ങനെ ഉറപ്പിക്കണം, നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങനെ ഉറപ്പിക്കണം. ഒരു രോഗം നിന്റെ ശരീരത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നതിന് മുകളിൽ അത് വരത്തില്ല. ഒരു പ്രയാസം നിന്റെ ജീവിതത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ നിനക്ക് സഹിക്കുവാൻ കഴിയുന്നതിനപ്പുറം അത് വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, അതിനോടുകൂടെ ഒരു പോക്കു വഴിയും നിനക്ക് കൽപ്പിച്ചാക്കിയിട്ട് ഒരു പ്രതികൂലം നിന്റെ ജീവിതത്തിനകത്തേക്ക് കടത്തി വിടുമ്പോ അതിനെ മറികടക്കുവാനുള്ള ഒരു പോക്കു വഴിയും അതിനോടുകൂടെ. പക്ഷെ ഈ പോക്കുവഴിയെ പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കാരണം പരീക്ഷ എവിടുന്നെങ്കിലും വന്നു കഴിയുമ്പോഴേ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. നമ്മുടെ നാവ് കൊണ്ടോ ഹല്ലേലൂയ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യം കൊണ്ടോ പിശാച് കൊണ്ടുവരുന്ന പരീക്ഷയ്ക്കകത്ത് പലപ്പോഴും നമ്മൾ പരാജയപ്പെടും. ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് വലിയൊരു പരീക്ഷ കടന്നു വന്നു. ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് വലിയൊരു പ്രതികൂലം കടന്നു. പക്ഷേ ആ പരീക്ഷയ്ക്കകത്ത്, ആ പ്രതികൂലത്തിനകത്ത് അധരങ്ങൾ കൊണ്ടുപോലും ഇയ്യോബ് പാപം ചെയ്തില്ലെന്ന്, അധരങ്ങൾ കൊണ്ടുപോലും ഇയ്യോബ് ദൈവത്തെ മറുത്തു പറഞ്ഞില്ല, അധരങ്ങൾ കൊണ്ടുപോലും ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല. എന്തോ ഈ പ്രാരംഭത്തിൽ പരിശുദ്ധ ആത്മാവ് ഇങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് പിറുപിറുത്ത സാഹചര്യങ്ങൾ ഇന്ന് രാത്രി അതിനെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറ, പരീക്ഷയോടുകൂടെ എനിക്കൊരു പോക്കു വഴിയുണ്ട്, പരീക്ഷയോടുകൂടെ എനിക്കൊരു വിടുതലുണ്ട്. ഞാൻ കടന്നു പോകുന്ന പ്രതികൂലത്തിനകത്ത് ജയിക്കുവാൻ തക്കതായ ഒരു വിടുതൽ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി എന്റെ ദൈവം തുറക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നീ കടന്നു പോകുന്ന വിഷയമില്ലേ, നീ കടന്നു പോകുന്ന പ്രതികൂലമില്ലേ, പ്രതിസന്ധിയില്ലേ, അതിനകത്ത് നിനക്കൊരു പോക്കുവഴി ഉണ്ടെന്ന്, നിനക്ക് സഹിക്കുവാൻ കഴിയുന്നതിൽ അപ്പുറത്ത് നിനക്ക് ദൈവം തരത്തില്ല. ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറഞ്ഞ, നിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ളതൊന്നു, നിനക്ക് സഹിക്കുവാൻ കഴിയുന്ന കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ളതൊന്നു ഹല്ലേലൂയ ദൈവം നിനക്ക് തരത്തില്ലെന്ന്. ദൈവം നിനക്ക് തരത്തില്ല. ഇന്ന് ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനപ്പുറത്തുകൂടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന സമയമുണ്ട്. ഇതിനകത്ത് വലിയ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന സമയമുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാമെങ്കിൽ വായിക്കുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അടുത്ത പദം പറയുകയാണ്, ഇത്രയും പറഞ്ഞിട്ട് പറയുകയാണ് ദൈവം വിശ്വസ്തൻ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് ദൈവം വിശ്വസ്തനാണെന്ന്. ഇന്ന് നിങ്ങളുടെ പ്രശ്നത്തെ നോക്കി ഞാൻ ആത്മാവിൽ ഇതേ പദം നിങ്ങളോട് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് വിശ്വസ്തനാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ധൈര്യമായിട്ട് വായി തുറന്ന് പറഞ്ഞേ, ദൈവം എനിക്ക് വിശ്വസ്തനാണ്. ഞാൻ കടന്നു പോകുന്ന വിഷയത്തിനകത്ത്, ഞാൻ കടന്നു പോകുന്ന പ്രതികൂലത്തിനകത്ത്, എന്റെ തലമുറയുടെ വിഷയത്തിനകത്ത്, എന്റെ ഭാവിയുടെ വിഷയത്തിനകത്ത്, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത്, വിഷയത്തിനകത്ത് ദൈവം വിശ്വസ്തനാണ്. ആരോടോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ഏതോ കുടുംബത്തെ നോക്കി ആത്മാവിൽ സ്വർഗത്തിലെ ദൈവം കൈമാറുകയാ. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം വിശ്വസ്തനാ.
ഹസ്താഭിഷേകത്തിന്റെ വലിയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാ. അസാധാരണമായ ദൈവ സാന്നിധ്യം ശക്തിയോടെ. എനിക്കറിയാം ഈ വചനം ചില ഹൃദയങ്ങൾക്കകത്ത് തുളച്ച് കയറുന്നത് പോലെ, ഒരമ്പു തുളച്ച് കയറുന്നത് പോലെ, ഒരമ്പു തുളച്ച് കയറുന്നത് പോലെ ഇന്ന് രാത്രി ചില ഹൃദയത്തിനകത്ത് കത്തുന്ന ഞാൻ കാണുന്നു. ദൈവം നിനക്ക് വിശ്വസ്തനാണ്. ഭൂമിയിൽ വിശ്വസ്തത കുറഞ്ഞു വരുമ്പോ, മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വിശ്വസ്തത കുറഞ്ഞു വരുമ്പോ, മനുഷ്യരുടെ ഇടയിൽ വിശ്വസ്തത കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായത്. പക്ഷെ ആ സാഹചര്യത്തിൽ സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുകയാണ്, ഞാൻ വിശ്വസ്തനാ കുഞ്ഞെ, ഞാൻ വിശ്വസ്തനാ. നിന്റെ വിഷയത്തിനകത്ത് ഞാൻ വിശ്വസ്തനാ. പലപ്പോഴും നിന്റെ വീടിനകത്ത് വിശ്വസ്തത ഇല്ലാതെ വരുമ്പോൾ, നിന്റെ കൂടെ സഹകരിക്കുന്നവരുടെ ഇടയിൽ വിശ്വസ്തത നഷ്ടപ്പെടുമ്പോൾ, ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതികൂലം എന്ന് പറഞ്ഞാൽ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്നതാ. പക്ഷെ സ്വർഗത്തിലെ ദൈവം കൈമാറുകയാ, നിന്റെ വിഷയത്തിനകത്ത് ദൈവം വിശ്വസ്തനാ. ഒന്ന് വായ് തുറന്ന് പറഞ്ഞാട്ടെ, ദൈവം എനിക്ക് വിശ്വസ്തനാ, ദൈവം എനിക്ക് വിശ്വസ്തനാ. അതുകൊണ്ട് എന്താണെന്നറിയാമോ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഈ വചനം പിടിക്കുന്നുണ്ട്? വിശ്വസ്തനായതുകൊണ്ട്, ദൈവം നിനക്ക് വിശ്വസ്തനായതുകൊണ്ട്, ദൈവം നിന്റെ തലമുറയ്ക്ക് വിശ്വസ്തനായതുകൊണ്ട്, നിന്റെ തലമുറയ്ക്ക് സഹിക്കുവാൻ കഴിയാത്ത, ഹല്ലേലൂയ ഹല്ലേലൂയ, സഹിക്കുവാൻ കഴിയാത്ത പരീക്ഷ നേരിടുവാൻ സമ്മതിക്കത്തില്ലെന്ന്. ചില തലമുറകളെ നോക്കി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, മാതാവേ, നിന്റെ തലമുറയ്ക്ക് നേരിടുവാൻ കഴിയാത്തതൊന്നു, ഹല്ലേലൂയ, നിന്റെ തലമുറയ്ക്ക് സഹിക്കുവാൻ കഴിയാത്തത്, വഹിക്കുവാൻ കഴിയാത്തതൊന്നു, ഹല്ലേലൂയ, ദൈവം നിന്റെ തലമുറയ്ക്ക് അയക്കത്തില്ല. നിനക്കും നിന്റെ തലമുറയ്ക്കോ നിന്റെ കുടുംബത്തിനോ ദൈവം വിശ്വസ്തനാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചിലരെ നോക്കി പ്രവചനാത്മാവിൽ കൈമാറുകയാ. സ്വർഗത്തിലെ ദൈവം നിനക്ക് വിശ്വസ്തനാണ്. സ്വർഗത്തിലെ ദൈവം നിനക്ക് വിശ്വസ്തനാ. നിന്റെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ദൈവിക വിശ്വസ്തത വെളിപ്പെടുന്ന ചിലരുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെടുകയാ. ചിലരുടെ വ്യക്തിപരമായ ലൈഫിനകത്ത് തകർന്നിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെടുന്ന രാത്രിയായി ഇന്ന്. എത്ര പേര് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, നിനക്ക് കഴിയാത്തതിനപ്പുറത്തിലൊന്നും. ഹല്ലേലൂയ, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ. ഓ ഹല്ലേലൂയ. നമ്മൾ എന്ന പദവാതൊക്കെ അല്ലേ, നമുക്ക് കഴിയുന്നതിനു മീതെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റാവുന്നതേ വന്നിട്ടുള്ളൂ. ഹല്ലേലൂയ, അങ്ങനെ അങ്ങ് ഉറപ്പിക്ക്. ചില പ്രതികൂലത്തെ നോക്കി ഹല്ലേലൂയ നെടുവീർപ്പെട്ട് കരയാതെ, ഹല്ലേലൂയ, ചില പ്രതിസന്ധിയെ നോക്കി എന്താ കർത്താവേ എന്ന് ചോദിക്കാതെ പറ, ഇതിനകത്ത് എനിക്ക് വിശ്വസ്തത വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ഞാൻ കടന്നു പോകുന്ന ഈ വിഷയത്തിനകത്ത്, ഞാൻ അനുഭവിക്കുന്ന ഈ വിഷയത്തിനകത്ത് എനിക്ക് വേണ്ടി ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെടുന്ന. പ്രാർത്ഥിച്ചോ, ദൈവിക വിശ്വസ്തത നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുന്ന സമയങ്ങൾ. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെടുന്ന സമയങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അസാധാരണമായ ദൈവത്തിന്റെ പ്രവർത്തികൾ ഇന്ന് രാത്രി വെളിപ്പെടുന്നു. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശരത്തെ പോലെ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, നിനക്ക് സഹിക്കാൻ കഴിയാത്തതൊന്നും, വഹിക്കാൻ കഴിയാത്തതൊന്നും കർത്താവ് തരത്തില്ലെന്ന്. ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന പ്രതികൂലമില്ലേ, ഈ ദിവസങ്ങളിൽ ഫേസ് ചെയ്യുന്ന വിഷയമില്ലേ, അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെടുമെന്ന്, പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു.
അർത്ഥാലകർത്തന പ്രബല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കുക. എൻ്റെ വിഷയം, നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് ലഘുവാ. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? പലപ്പോഴും ദൈവപ്രവൃത്തിയെക്കാട്ടിലും അപ്പുറം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ വലുതായി കാണുന്നത് കൊണ്ടാ. ഞാൻ എപ്പോഴും നമ്മുടെ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഹല്ലേലൂയ, ദൈവിക വിടുതലിനെക്കാട്ടിലും വലിയതായി നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ കാണാൻ തുടങ്ങും. വിടുതൽ ചെറുതായിട്ട് അല്ലെ വിടുതൽ ലേറ്റാകും, പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴും വലുതായി കാണും. ഒരുപക്ഷെ അതിനകത്ത് വിടുതൽ വന്നാൽ പോലും അതിനെ തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ വലുതായി കാണുന്നത് കൊണ്ടാ. ഏത് വലിയ പ്രതികൂലം വന്നാലും, ആടി ഓലയുന്ന പ്രതിസന്ധി വന്നാലും നമ്മൾ പറയണം, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. എനിക്ക് സഹിക്കാവുന്നതിലപ്പുറത്തതൊന്ന് ദൈവം എനിക്ക് തരത്തില്ല. അതെന്റെ ഉറപ്പാ, അതെന്റെ ഉറപ്പാ, അതെന്റെ ഉറപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, എൻ്റെ ഉറപ്പാത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എനിക്ക് കഴിയാവുന്നതിലപ്പുറത്തതൊന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കുമെന്ന്. ഓ ഹല്ലേലൂയ. പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും. ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിൽ നോക്കിക്കുക, സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറം പ്രതികൂലമാണ്. സഹിക്കാൻ കഴിയുന്ന അപ്പുറം. ഹല്ലേലൂയ. സകലവും കൺമുൻപിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, സകലവും ഇല്ലാതെയാകുമ്പോൾ, ഒന്നൊന്നായി സമ്പാദിച്ചത് മുഴുവൻ, തൻ്റെ കുടുംബം, തലമുറകൾ നോക്കിക്കുക, സമ്പാദിച്ചത് പോട്ടെ, അത് പിന്നെയും ഉണ്ടാക്കാം. പക്ഷെ തലമുറകളുടെ ഡെഡ് ബോഡികൾ ഒന്നൊന്നായി അടുക്കി വെക്കുമ്പോൾ, ഹല്ലേലൂയ, തലമുറകളുടെ ഡെഡ് ബോഡികൾ ഒന്നൊന്നായി അടുക്കി വെക്കുന്നു. അടുത്തത് ശരീരം മുഴുവൻ പരുക്കൾ ബാധിച്ചു ഓട്ടുകഷ്ണം കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിലും അധരങ്ങൾ കൊണ്ട് താൻ പാപം ചെയ്തില്ല. എന്തോ പരിശുദ്ധാത്മാവ് ഒത്തിരി ശാന്തമായി ഇന്ന് രാത്രി കൈമാറുകയാണ്. ചില പ്രതിസന്ധി വരുമ്പോൾ, ചില പ്രതികൂലം വന്നപ്പോൾ നീ എവിടെങ്കിലും പിറുപിറുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിനക്കൊരവസരം തരികയാ. ഇന്ന് രാത്രി കർത്താവ് നിനക്കൊരവസരം തരികയാ. ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ, ഒന്ന് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവം നിന്നോട് വ്യക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ, വ്യക്തമായി ഇടപെടുകയാ. അപ്പാ, എൻ്റെ നാവിൽ നിന്ന് അറിയാതെ വന്നുപോയി, എൻ്റെ നാവിൽ നിന്ന് അറിയാതെ പിറുപിറുത്തു പോയി, ഞാൻ അറിയാതെ നിന്നോട് സംസാരിച്ചു പോയി, അറിയാതെ നിന്നോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അറിയാതെ എന്റെ വാക്തത്വങ്ങൾ ലേറ്റായപ്പോൾ ഞാൻ പിറുപിറുത്തു പോയി, ഇനി നടക്കത്തില്ലെന്ന് അറിയാതെ എന്റെ നാവുകൾ കൊണ്ട് ഞാൻ പറഞ്ഞു പോയി. എനിക്കറിയാം, ചില ഹൃദയങ്ങൾക്കകത്ത് ഭയങ്കരമായ കുത്തുകൊള്ളുന്നത് പോലെയുള്ള വേദനകൾ. ചിലരുടെ ഹൃദയത്തെ ഇന്ന് രാത്രി കർത്താവ് ശാന്തമാക്കുകയാ. അറിയാതെ നിങ്ങളുടെ നാവിൽ നിന്ന് വന്നുപോയ, അറിയാതെ നിന്റെ നാവിൽ നിന്ന് പറഞ്ഞുപോയ വാക്കുകളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി എറൈസ് ചെയ്യുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെടുന്ന ചില രോഗങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളിൽ വന്നപ്പോൾ, ചില പ്രതികൂലം നിന്റെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ, അറിയാതെ ചോദിച്ചു പോയില്ലേ? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, പരീക്ഷയോട് കൂടെ ഒരു പോക്ക് വഴിയുണ്ട്. നീ ഹല്ലേലൂയ അനുഭവിക്കുന്ന ഈ വിഷയം, നാളെ എന്താകുമെന്ന് ചിന്തിക്കുന്ന വിഷയം, ഹല്ലേലൂയ, അതിനകത്ത് ഹല്ലേലൂയ, അതിനകത്ത് നിനക്ക് വേണ്ടി ഒരു പോക്ക് വഴി ഒരുക്കുന്ന
വചനത്തിനകത്ത് മറ്റൊരു ഭാഗത്തിൽ എഴുതി വെച്ചിരിക്കുക, 2 തെസ്സലോനിക്കർ 3:3 വാക്യത്തിനകത്ത് എഴുതി വെക്കുന്നത്, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തനാ ദൈവമക്കളെ, കർത്താവ് വിശ്വസ്തനാ. അവൻ നിങ്ങളെ ഉറപ്പിച്ച്, എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുന്ന, ഹല്ലേലൂയ, ചിലരെ കർത്താവ് ചില പരീക്ഷയ്ക്കകത്ത് ഉറപ്പിക്കുകയാ, ചില വിഷയത്തിനകത്ത് ഉറപ്പിക്കുകയാ, ചില പ്രതികൂലത്തിനകത്ത് ഉറപ്പിക്കുകയാ, പ്രതിസന്ധിക്കകത്ത് ചിലതിനെ ദൈവം ഉറപ്പിക്കുകയാ. ഇന്ന് രാത്രി പിശാച് നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ ഭാവിക്ക് നേരെ, നിന്റെ ജീവിതത്തിന് നേരെ, നിന്റെ കുടുംബ ജീവിതത്തിന് നേരെ പിശാച് കൊണ്ടുവന്നിട്ട വിഷയത്തിനകത്ത് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നെ ഉറപ്പിക്കുന്ന രാത്രിയാ, ഉറപ്പിക്കുന്ന രാത്രിയാ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിന്നെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഉറപ്പിക്കുന്ന. ചൂടാലാബാലാബശംദലാദന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഉറപ്പിക്കുന്ന, ഉറപ്പിക്കുന്ന രാത്രിയാ. ചൂടാമാന ഹസ്തരാധന. എന്നിവിടെയാണെന്നറിയാമോ? പ്രതികൂലത്തിനകത്ത്, പ്രതിസന്ധിക്കകത്ത്. ഹല്ലേലൂയ. രാജാവ് 3 ചെറുപ്പക്കാരെ നോക്കിയിട്ട് പറഞ്ഞു, തീച്ചുളക്കകത്തേക്ക്, പ്രതികൂലത്തിനകത്തേക്ക് നിങ്ങളെ തള്ളിയിടും, ഇല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയണം, വിട്ടുകളയണം. ജീവനുള്ള ദൈവത്തെ നിങ്ങൾ ഇനി ആരാധിക്കരുത്. യൗവനക്കാരായ 3 പേര് ലോകത്തിന്റെ മോഹങ്ങളിൽ വേണമെങ്കിൽ ജീവിക്കാം, ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ വേണമെങ്കിൽ ജീവിക്കാം, ഇതിനെ വേണ്ടെന്ന് വെക്കാം. ഒരു രാജാവ് അവർക്കെതിരെ വലിയൊരു ഓർഡർ ഇടുകയാണ്. ചെറിയ തരത്തിലുള്ള പ്രതികൂലമൊന്നുമില്ല, ചെറിയ തരത്തിലുള്ള പരീക്ഷയൊന്നുമല്ല അവരുടെ ജീവിതത്തിനകത്ത് വന്നത്. എരിയുന്ന തീച്ചൂള, എരിയുന്ന തീച്ചൂള. ഇന്ന് രാത്രി ഞാൻ പറയാം, തീച്ചൂള കണ്ട് നീ ഭയപ്പെടണ്ട, തീച്ചൂള കണ്ട് നീ ഭയപ്പെടണ്ട. തീച്ചൂളക്കകത്തും പ്രതികൂലത്തിനകത്തും നാലാമനായി ഇറങ്ങി വരുന്ന നീ വെന്തു പോകാതെ, നീ ചാമ്പലായി തീരാതെ, നീ ചാരമാകാതെ, നിന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ചിലരുടെ പരീക്ഷയ്ക്കകത്ത് ഇന്നു രാത്രി കർത്താവ് ഇറങ്ങി വരികയാ. കുഞ്ഞെ, ഈ പ്രതികൂലത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ല, ഈ പരീക്ഷയ്ക്കകത്ത് നീ ഒറ്റയ്ക്കല്ല, ഈ കഷ്ടതയ്ക്കകത്ത് നീ ഒറ്റയ്ക്കല്ല, ഈ രോഗത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ല. നിനക്ക് സഹിക്കുവാൻ കഴിയുന്നതിന് മീതെ അല്ലിതൊന്നു. നിന്റെ പ്രതികൂലത്തിനകത്ത് നിന്റെ കൂടെ നടക്കുവാൻ. എനിക്കറിയത്തില്ല, ചിലരുടെ പ്രതികൂലത്തിനകത്ത് കർത്താവ് കൂടെ നടക്കുകയാ. ഇന്ന് രാത്രി കർത്താവ് കൂടെ നടക്കുകയാ. ആ ചെറുപ്പക്കാരുടെ 3 പേരുടെയും കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം. അല്ല, കർത്താവ് നന്നെ നടന്നതുപോലെ, അവരെ വിടുവിപ്പാൻ അതിനകത്ത് ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി ചിലരുടെ വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി നടക്കുന്നു. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. നിങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, നീ ഇരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കോ. അനീജ, ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. നീ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കരം ഇറങ്ങുന്നു. ചില മരണത്തിന്റെ കുടുക്കുകൾ നിന്റെ കൂടാരത്തിനകത്തു നിന്ന് അഴിയുന്നെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാ. ചില മരണത്തിന്റെ കുടുക്കുകൾക്കകത്തു നിന്ന് സ്വർഗത്തിലെ ദൈവം ഇന്നു രാത്രി നിന്നെ വിടുവിക്കുന്ന.
അസാധാരണമായ ദൈവ സാന്നിധ്യം ചില പരീക്ഷകൾക്കകത്തേക്ക്, ചില പ്രതികൂലത്തിനകത്തേക്ക് ദൈവം നിന്റെ കൂടെ നടക്കുവാൻ തീച്ചൂളക്കകത്ത് അവരെ ഇട്ടപ്പോൾ മാറി നിന്നവനല്ല ഞാൻ ആരാധിക്കുന്ന ദൈവം, മാറി നിന്നവനല്ല ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്ന ദൈവം തീച്ചൂളക്കകത്ത് എന്റെ കൂടെ ഇറങ്ങി വരുന്ന ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം പ്രതികൂലത്തിനകത്ത് എന്റെ കൂടെ ഇറങ്ങുന്ന ദൈവമാ. പ്രതികൂലത്തിനകത്തേക്ക് എന്നെ കടത്തി വിട്ടിട്ട് മാറി നിൽക്കുന്ന ദൈവമല്ലെന്ന്. നീ പോകുന്ന വിഷയത്തിനകത്ത് നിന്നെ കടത്തി വിട്ടിട്ട് മാറി നിൽക്കുന്ന ദൈവമല്ല. നീ പോകുന്ന വിഷയത്തിനകത്ത് നിന്നെ കടത്തി വിട്ടിട്ട് നിന്റെ കൂടെ ഇറങ്ങി വരുന്ന, നിന്റെ കൂടെ ഇറങ്ങി വരുന്ന ആരൊക്കെയോ ഒറ്റയ്ക്കാണല്ലോ എന്ന് പറയുന്ന ആരുടെയോ കൂടെ ഇന്ന് രാത്രി കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാ. ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഈ വിഷയത്തിനകത്ത്, ഞാൻ ഈ പ്രതികൂലത്തിനകത്ത് ഒറ്റയ്ക്കാണല്ലോ, ഈ പ്രതിസന്ധിക്കകത്ത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഈ കഷ്ടതയ്ക്കകത്ത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഈ രോഗക്കിടക്കകത്ത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് പറയുന്ന ചിലരുടെ രോഗക്കിടക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ കാണുന്നു ചില വിഷയങ്ങൾക്കകത്ത് നിനക്ക് കൂട്ടായിട്ട് വിശ്വസ്തനായിട്ട് തമ്പുരാൻ ഇറങ്ങി വരുന്നു. നിനക്ക് വിശ്വസ്തനായിട്ട് ദൈവം ഇറങ്ങി വരുന്നു. ആർക്കും എന്നെ ചെന്ന് പെടാൻ കഴിയാത്ത മേഖലയാ. ആർക്കും ഹല്ലേലൂയ എത്തി നോക്കാൻ പോലും കഴിയത്തില്ല തീച്ചൂളക്കകത്തേക്ക്. ഹല്ലേലൂയ വെന്തു പോകുമെന്ന് ഭയപ്പെട്ട് പലരും മാറി നിൽക്കുമ്പോ, വെന്തു പോകുമെന്ന് പേടിച്ച് പലരും മാറി നിൽക്കുമ്പോ ഹല്ലേലൂയ നിന്നെ കവർ ചെയ്ത് പിടിക്കുവാൻ, നിന്നെ കവർ ചെയ്ത് പിടിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുന്നു. ഒരു ദൂത് ഞാൻ കൈമാറാ. ചില പ്രതികൂലത്തിനകത്ത് നിന്നെ കവർ ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് വെളിപ്പെടുകയാ. ചില പ്രതികൂലത്തിനകത്ത് നിന്നെ കവർ ചെയ്യുന്ന എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനെ അങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. ചിലരുടെ മേൽ ഭയങ്കര ഒരു കവറിങ്, ഒരു ഭയങ്കര കവറിങ് വീഴുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. കത്തുന്ന അഭിഷേകം യേശുവിന്റെ നാമത്തിൽ. ചില വീടുകൾക്കകത്ത് തീ പിടിക്കുന്നത് പോലെ, ചില വീടുകൾക്കകത്ത് അഭിഷേകത്തിന്റെ സൂസലാൻഡി പ്രാർത്ഥിച്ചു. അസാധാരണമായ ഭയങ്കര ദൈവിക കവറിങ് വെളിപ്പെടുന്നു. ദൈവത്തിന്റെ ഭയങ്കര കവറിങ് നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ രോഗക്കിടക്കയിൽ, നിങ്ങളുടെ വിഷയത്തിനകത്ത്. ചില മാതാക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. ചില തലമുറകളുടെ വിഷയവുമായി ഇന്നു രാത്രി ഭാരപ്പെട്ട് ഇതിനകത്ത് കയറിയിരിക്കുന്ന ആരെയോ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു ഭയങ്കര കവറിങ് വെളിപ്പെടുന്നു. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഒരു വലിയ കവറിങ് വെളിപ്പെടുന്നു. അഭിഷേകം ചലിക്കുന്നു. ആനി സിസ്റ്ററെ പ്രാർത്ഥിച്ചോ. നിന്റെ വീടിനകത്ത് ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെടുന്നു. നിന്റെ വീടിനകത്ത് നിന്ന് ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെടുന്നു. സഹിക്കുവാൻ കഴിയുന്നതിലപ്പുറത്തതൊന്നും നിന്റെ വീടിനകത്ത് നടക്കത്തില്ലെന്ന്. നിന്റെ പ്രശ്നത്തിനകത്ത് ഇന്ന് രാത്രി കർത്താവ് ഡയറക്റ്റായി ഇറങ്ങുന്നു. രാജാവ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ 3 പേരെയല്ലേ അങ്ങോട്ടിട്ടത്, ഞാൻ 3 പേരെയല്ലേ തീക്കകത്തേക്ക് കെട്ടിയിട്ടത്. എന്തോ അതിനകത്ത് 4 പേര് നടക്കുന്നു. ഹല്ലേലൂയ, 3 പേരുടെ കൂട്ടത്തിൽ 4ാമതായിട്ട് ഒരാൾ നടക്കുന്നു. ആ 4ാമത് നടക്കുന്നവനിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. 4ാമത് അവരുടെ കൂടെ നടക്കുന്നവന്റെ മേൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നോക്കി നിന്നെ കാണാൻ നോക്കിയിരിക്കുന്നവർ ഇതിനി പറയാൻ തുടങ്ങുകയാ. അവന്റെ കൂടെ എന്തോ ഒന്ന്, അവരുടെ കൂടെ എന്തോ ഒരു വ്യത്യാസം. അവന്റെ ജീവിതത്തിനകത്ത് എന്തോ ഒരു മാറ്റം. 4ാമതായി അവന്റെ 3 പേരെ അങ്ങോട്ടിട്ടു.
തീയുടെ ചൂട് ഹല്ലേലൂയ കൂട്ടി ഏത് വലിയ പരീക്ഷയ്ക്കകത്ത് എന്നെ കൊണ്ടിട്ടാലും ആമേൻ ഹല്ലേലൂയ ഞാൻ പുറത്തു വരും. നമ്മൾ പുറത്തു വരും. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, പരീക്ഷയോട് കൂടെ എനിക്ക് പോക്കുവഴിയുണ്ട്. പരീക്ഷയോട് കൂടെ എനിക്ക് പോക്കുവഴിയുണ്ട്. കാരണം ഈ ചെറുപ്പക്കാർ പറഞ്ഞൊരു പദമുണ്ട്, രാജാവേ നീ ഇടുന്ന തീക്കകത്തു കൊണ്ടുവന്ന് ഞങ്ങളെ വിടിവിപ്പാൻ ഞങ്ങളുടെ ദൈവം ഇറങ്ങി വരും. ആമേ, ഇതിവരുടെ ഉറപ്പാ, ഇവരുടെ ഉറപ്പാ. അത്രയൊരു ഉറപ്പ് നമുക്കുണ്ടോ? രാത്രി ഒന്ന് ചിന്തിച്ചേ. നിന്റെ വാഗ്ദത്തത്തിന് മേലെ, നിന്റെ വിഷയത്തിന് മേലെ നീ ദൈവസന്നിധി മുഴങ്കാലിൽ ഹല്ലേലൂയ തല താഴ്ത്തി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഒന്ന് ഉറപ്പ് പറയാമോ? ഈ വിഷയത്തിനകത്ത് ദൈവം ഈ ആഴ്ച ഇറങ്ങുമെന്ന്. ദൈവം ഈ ആഴ്ച ഇറങ്ങുമെന്ന് ഒട്ടും സംശയമില്ലാതെ പറയണം. ഒട്ടും സംശയമില്ലാതെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സംശയിക്കാതെ നിങ്ങൾ നിങ്ങളുടെ വായ് കൊണ്ട് ഇതൊന്ന് പറഞ്ഞേ. ഞാൻ പറയാം, അടുത്ത സൺഡേക്ക് മുന്നേ നിങ്ങളുടെ വിഷയത്തിനകത്ത് കർത്താവ് ഇറങ്ങുന്നത് നിങ്ങൾ കാണും. പ്രകാശിച്ച ഒറ്റയ്ക്ക് മുന്നേ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയത്തിനകത്ത് കർത്താവ് ഇറങ്ങുമെന്നൊന്ന് വിശ്വസിക്കുക. കർത്താവ് ഇറങ്ങുമെന്നൊന്ന് വിശ്വസിക്കുക. എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ചില വിഷയത്തിനകത്ത് ഇറങ്ങി 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 കൂട്ടായിട്ട് നിൽക്കുന്നത് പോലെ, ഹല്ലേലൂയ, കർത്താവ് ചില വിഷയത്തിനകത്ത് ഇറങ്ങി കൂട്ടായിട്ട് നിൽക്കുന്നത് പോലെ, ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നീ സഹിക്കണ്ട കുഞ്ഞെ, ഒറ്റയ്ക്ക് നീ വിഷയം കൈകാര്യം ചെയ്യണ്ട, ഒറ്റയ്ക്ക് വിഷയം നീ ഫേസ് ചെയ്യണ്ട. ഞാൻ നിന്റെ കൂടെ വരാം. ദൈവമക്കളെ, ഹല്ലേലൂയ, ഇതുപോലെ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വരാൻ മറ്റൊരാൾ ഈ ഭൂമിയിലില്ല. മറ്റൊരാളില്ല. എൻ്റെ അപ്പൻ ഇറങ്ങാൻ കഴിയാത്തടത്ത്, എൻ്റെ അമ്മയ്ക്ക് ഇറങ്ങി വരാൻ കഴിയാത്തടത്ത്, എൻ്റെ ഭർത്താവിന് ഇറങ്ങി വരാൻ കഴിയാത്തടത്ത്, എൻ്റെ സഭയ്ക്ക് ഇറങ്ങി വരാൻ കഴിയാത്തടത്ത്, ഹല്ലേലൂയ, എൻ്റെ പാസ്റ്റർക്ക് ഇറങ്ങി വരാൻ കഴിയാത്തടത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി വരാൻ എൻ്റെ ദൈവത്തിന് കഴിയോ? ഹല്ലേലൂയ. വിഷയം എപ്പോഴും നിങ്ങളുടെ മാത്രം വിഷയങ്ങളാണ്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയം ഒരുപക്ഷെ എന്നെ വിളിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കും. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളോട് പറയും. ഞങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കും. അത്രേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് അകത്തേക്ക് ഇറങ്ങി വരാൻ, അകത്തിറങ്ങി വന്ന് പരിഹാരം തരാൻ ഉയരത്തിലെ കർത്താവിന് കഴിയും. എന്തോ ഇന്ന് രാത്രി ചിലരുടെ വിഷയത്തിനകത്ത് കർത്താവ് ഇറങ്ങുകയാ. അകത്തേക്ക് കർത്താവ് ഇറങ്ങുകയാ. തീച്ചൂളയുടെ പുറത്ത് നിന്ന് നോക്കുകയല്ലായിരുന്നു, തീച്ചൂളയുടെ അവിടെ നിന്ന് മാറി നിന്ന് നോക്കുകയല്ല, അവരുടെ കൂടെ ഇറങ്ങിച്ചെന്ന്, അവരുടെ കൂടെ ഇറങ്ങിച്ചെന്ന് ഹല്ലേലൂയ, തീയുടെ ഗന്ധം പോലും തട്ടാതെ, തീയുടെ ഗന്ധം പോലും തട്ടാതെ അവരെ കവർ ചെയ്ത് പിടിക്കാൻ, അവരെ കവർ ചെയ്ത് പിടിക്കാൻ ഹല്ലേലൂയ, പരീക്ഷയോട് കൂടെ ഒരു പോക്ക് വഴിയും ദൈവം കൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ആരോടോ ഞാൻ പ്രവചനാത്മാവിൽ കൈമാറുകയാ. പരീക്ഷയോട് കൂടെ ഒരു പോക്കുവഴിയുണ്ട്, പരീക്ഷയോട് കൂടെ ഒരു പോക്കുവഴിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയത്തിനകത്തൊരു പോക്കുവഴിയുണ്ട്. ഒറ്റയ്ക്കല്ല നീ വിഷയത്തിനകത്ത്, തീച്ചൂളക്കകത്ത് നീ ഒറ്റയ്ക്കല്ല. നീ വെന്ത് പോകത്തില്ല, നീ വെന്ത് പോകത്തില്ല. ഇതിന്റെ നടുവില് ഹല്ലേലൂയ. ദാവീദ് ഒരു ഭാഗത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? സകലവും നഷ്ടപ്പെട്ടു, എല്ലാം വെന്ത് കിടക്കുമ്പോൾ, തൻ്റെ കുടുംബത്തെ എല്ലാം ശത്രുസൈന്യം പിടിച്ചുകൊണ്ട് പോയപ്പോൾ ദാവീദ് ചോദിക്കുക, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ?
ഹല്ലേലൂയ. ഉടനെ ദൈവത്തിന്റെ ആലോചന പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. ഹല്ലേലൂയ. ഈ പരീക്ഷയെ നിങ്ങൾ ജയിക്കും. ഇന്ന് കടന്നു പോകുന്ന വിഷയത്തെ നിങ്ങൾ ജയിക്കും. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ഈ വചനത്തിനകത്ത് ഹല്ലേലൂയ പരീക്ഷയെ ജയിച്ചവരെല്ലാവരും, ഈ വചനത്തിനകത്ത് ദൈവമനുഷ്യർ, ദൈവഭക്തന്മാർ അനുഭവിച്ചത്രോളം പരീക്ഷകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. തീച്ചുളയ്ക്കകത്ത് കടന്നവരുണ്ട്, കാരാഗ്രഹത്തിനകത്ത് കടന്നവരുണ്ട്, പ്രതികൂലത്തിനകത്ത് വീണവരുണ്ട്. ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് യോഹന്നാൻ ഒറ്റപ്പെട്ടു പോയതുണ്ട്. മരുഭൂമിക്കകത്ത് ആരുമില്ലാതെ കടന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയാ, പരീക്ഷയോടുകൂടെ നിനക്കൊരു പോക്കുവഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷയോടുകൂടെ ഒരു പോക്കുവഴിയും. കാരണം എന്താണെന്നറിയാമോ? നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങി വന്ന് അതിനെ കൈകാര്യം ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഈ ഹല്ലേലൂയ വചനം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് ഓടി വന്നൊരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പരീക്ഷകൾ കടന്നു വന്നു, ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ. വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നൊരു വ്യക്തിയാണ്, വലിയ പ്രയാസമൊന്നും ഇല്ലാതിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അഭിഷേകം വീണപ്പോൾ മുതൽ താൻ ഒത്തിരിയധികം പരീക്ഷയ്ക്കകത്തുകൂടെ കടന്നു പോകേണ്ടി വന്നു. രാജാവായിട്ടും അതിനു മുൻപല്ല, താൻ പരീക്ഷയ്ക്കകത്തുകൂടെ കടന്നു പോകേണ്ടി വന്നു. ദാവീദ് എഴുതി വെച്ചിരുന്ന ഭാഗമുണ്ട്, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് പഠിക്കുന്നുണ്ട്. എങ്കിലും അവിടെ നിന്നെല്ലാം തന്നെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവമക്കളെ, ഏത് വിഷയത്തിനകത്തും നമ്മളെ വിടുവിപ്പാൻ കർത്താവിന് കഴിയും. ഇന്ന് രാത്രി നിന്റെ വിഷയം ഏതുവായിക്കൊള്ളട്ടെ. രോഗമാണോ നിങ്ങളുടെ വിഷയം? സാമ്പത്തിക കടബാധ്യതയാണോ നിങ്ങളുടെ വിഷയം? അതിനകത്തു നിന്ന് കരകയറാൻ കഴിയുന്നില്ലേ? ഹല്ലേലൂയ. എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കാം, പഠനത്തിന്റെ ബുദ്ധിമുട്ടാണോ നിങ്ങളുടെ വിഷയം? ഒരു ജോലിയാണോ നിങ്ങളുടെ വിഷയം? ഹല്ലേലൂയ. എന്താ നിങ്ങളുടെ വിഷയം? അതിനകത്ത് കർത്താവിന്റെ കരം ഇറങ്ങാൻ തുടങ്ങുകയാ. എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞ് ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരീക്ഷയോട് കൂടെ പോക്കുവഴി ഉണ്ടാക്കുന്ന കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ ചോദിച്ചത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പൊ പരീക്ഷ സഹിച്ചാലേ ചിലതൊക്കെ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ ചില പരീക്ഷകൾ നമ്മൾ സഹിക്കണം. ഹല്ലേലൂയ. ചില പ്രതികൂലത്തിനകത്ത് നീ കടന്നു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനകത്ത് ദൈവപ്രവൃത്തിയുണ്ട്. ചിലത് പ്രാപിക്കണമെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന വിഷയത്തിനകത്തുകൂടെ നീ കടന്നുപോയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ ഈ ജുവലറീസിലൊക്കെ നോക്കുമ്പോൾ നല്ല ഹല്ലേലൂയ ഫാഷനബിൾ ആയിട്ട് ഹല്ലേലൂയ ഓർണമെന്റ്സുകളൊക്കെ ഇരിക്കുന്നത് കാണാറുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നല്ല ഫാഷനായിട്ട് ഓർണമെന്റ്സുകളൊക്കെ ഇരിക്കുന്നത് കാണാറുണ്ട്. ഈ ഫാഷനായി ഇതിങ്ങനെ വരണമെങ്കിൽ ഒത്തിരി പ്രോസസ്സിങ്ങിലൂടെ കടന്നു വന്നിട്ടാ. ഒത്തിരിയധികം പ്രോസസ്സിങ് തീക്കകത്ത് വരെ കിടക്കും. ഹല്ലേലൂയ. ഇതെല്ലാം സഹിച്ച് വന്നു കഴിയുമ്പോഴാണ് നല്ല ബ്യൂട്ടിഫുള്ളായ ഒരു ഓർണമെന്റ്സ് ആയി അത് മാറുന്നത്. നമ്മൾ ഹല്ലേലൂയ പണം കൊടുത്ത് ഇത് മേടിക്കുന്നത് നോക്കിക്കേ. ഈ ഹല്ലേലൂയ ഇത് സാമ്പത്തികം കൊടുത്ത് ഇത് മേടിച്ച് അണിഞ്ഞു കഴിയുമ്പോൾ പലപ്പോഴും
ഹല്ലേലൂയ. വളരെ മനോഹരമായി എല്ലാവരുടെയും ഒരു ശ്രദ്ധ അതിലേക്ക് പോകും. ഇന്ന് ഞാൻ പറയട്ടെ, ചില പരീക്ഷകൾക്കകത്തുകൂടെ നീ കടന്നുപോയി കൊള്ളാവുന്നവനായി തെളിഞ്ഞു വന്നാൽ, ഈ പരീക്ഷ നീ ജയിച്ചു വന്നാൽ, ദൈവം നിനക്ക് വച്ചിരിക്കുന്നത് ചിലത് പ്രാപിക്കുവാൻ നിനക്ക് ഇടയാകോ. ഹല്ലേലൂയ. ചിലത് പ്രാപിക്കുവാൻ നിനക്ക് ഇടയാകോ. പിശാച് കൊണ്ടുവരുന്ന പരീക്ഷയിൽ അകപ്പെട്ടു പോകരുത്. നിന്റെ ജീവിതത്തിനകത്ത് പിശാച് കൊണ്ടുവരുന്ന പരീക്ഷയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ചില പ്രതികൂലങ്ങൾ കൊണ്ടുവരുമ്പോ, ചില പ്രതിസന്ധികൾ കൊണ്ടുവരുമ്പോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ അതിനകത്ത്. യേശു കർത്താവ് സ്നാനം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ പരീക്ഷകൻ വരികയാ. ഹല്ലേലൂയ. യേശുവിനെ ശാസിച്ചെന്നാ പറയുന്നത്. ആ ഭാഗം എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ചു നാളത്തേക്ക് അത് വന്നില്ല, അതിനെ കണ്ടില്ല. നീ സ്മൂത്തായ ക്രിസ്തീയ ലൈഫിൽ നിന്റെ വിശ്വാസ ജീവിതത്തെ നീ പ്രാപിക്കട്ട വാഗ്ദത്തത്തെ തടസ്സപ്പെടുത്തുവാൻ ചില പരീക്ഷകൾ നിന്റെ ജീവിതത്തിനകത്തേക്ക് പിശാച് അഴിച്ചിടുമ്പോൾ, ചില പ്രതികൂലങ്ങൾ, ചില രോഗങ്ങൾ, ചില കഷ്ടതകൾ, ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ നിന്റെ ജീവിതത്തിനകത്തേക്ക് പിശാച് അഴിച്ചിടുമ്പോൾ, ഇന്ന് രാത്രി ആത്മാവിൽ അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഇതിനകത്ത് പിശാചേ എനിക്ക് പോക്കുവഴിയുണ്ട്, എന്റെ ദൈവം എനിക്ക് വിശ്വസ്തനാ, എന്റെ ദൈവം എന്റെ തലമുറയ്ക്ക് വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അതിനെ അങ്ങനെ അങ്ങ് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നീ പോലും അറിയാതെ ചില വഴികൾ നിനക്ക് വേണ്ടി തുറക്കും. നിന്റെ കുഞ്ഞൊരിടത്തേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോ, നിന്റെ കുഞ്ഞൊരു രാജ്യത്തേക്ക് കയറിപ്പോകാൻ ആഗ്രഹിക്കുമ്പോ, ചില പ്രതികൂലങ്ങൾ കൊണ്ടുവന്ന് വഴി അടയ്ക്കുവാൻ പിശാച് പ്ലാൻ ചെയ്യുമ്പോ, ആത്മാവിൽ കൃപ ലഭിച്ച ദൈവജനം പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരുന്നിട്ട് പറയണോ, ഇല്ല, എന്റെ തലമുറയുടെ മേൽ വാഗ്ദത്തമുണ്ട്, എന്റെ ദൈവം വിശ്വസ്തനാ, എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ഈ ഒരൊറപ്പുണ്ടെങ്കിൽ പരീക്ഷയിൽ അകപ്പെടാതെ നിങ്ങളെ പരിപാലിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ദൈവം എനിക്ക് വിശ്വസ്തരാ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ഒരു പരിഹാരം, എനിക്ക് വേണ്ടി ഒരു പോക്കുവഴി, എനിക്ക് വേണ്ടി ഒരു വിടുതല്. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ എന്തിനെന്ന് ചോദിക്കത്തില്ല, എന്തിനെന്ന് ചോദിക്കില്ല, ഞാൻ എന്റെ നന്മയ്ക്കാണെന്ന്. ഞാൻ ഈ കടന്നു പോകുന്ന വിഷയം എന്റെ നന്മയ്ക്കാ. ഒന്ന് ആത്മാവിൽ പറയാൻ പറ്റുമോ? ഞാൻ ഈ കടന്നു പോകുന്ന പ്രതികൂലം എന്റെ നന്മയ്ക്കാ. ഞാൻ ഈ കടന്നു പോകുന്ന എന്റെ രോഗം എന്റെ നന്മയ്ക്കാ. അടുത്ത മിനിറ്റുകളിൽ നിനക്കൊരു മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയാ. അടുത്ത മിനിറ്റുകളിൽ നീ പോലും അറിയാത്ത ചില വിടുതലുകൾ വെളിപ്പെടുവാൻ വേണ്ടിയാ ഈ പരീക്ഷ നിനക്ക് അനുവദിച്ചത്. നിന്നെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ടത് അതിന്റെ പിന്നിൽ ഒരു ദൈവമഹത്വം വെളിപ്പെടാനുണ്ട്. ഹല്ലേലൂയ. ചില പ്രതികൂലത്തിനകത്തുകൂടെ നിങ്ങളെ കടത്തി വിടുമ്പോൾ, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. വായി തുറന്ന് പാടിയാട്ടെ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എരിയുന്ന തീച്ചൂളക്കകത്ത് കിടന്നിട്ടു അവര് ചോദിച്ചില്ല എന്തിനാണെന്ന്. അവർക്കൊരുറപ്പുണ്ട്, ഈ തീച്ചൂളക്കകത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ ഒരുവനുണ്ട്.
എന്തിനെന്ന് നീ ചോദിക്കണ്ട, എന്താണെന്ന് നീ ചോദിക്കണ്ട, എന്തുകൊണ്ട് ഇത് സംഭവിച്ചെന്ന് നീ ചോദിക്കണ്ട. ഓ വലിയ മഹത്വം ചില കൂടാ. ശിവാനി പ്രാർത്ഥിച്ചോ, ചില വിഷയത്തിനകത്ത് എന്തിനെന്ന് ചോദിക്കണ്ട, അതിനകത്തൊരു ദൈവ പ്രവൃത്തി ഒളിഞ്ഞിരിപ്പുണ്ട്, അതിനകത്തൊരു ദൈവ മഹത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. മനുഷ്യർക്ക് നടപ്പില്ലാത്തതൊന്നും സംഭവിച്ചിട്ടില്ല. ചില വിഷയങ്ങൾക്കകത്ത് ഒരു പോക്കുവഴി വേഗത്തിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുകയാ. ഒരു പോക്കുവഴി പലരും കാണുക നിന്റെ കൂടാരത്തിനകത്ത് ഒരു പോക്കുവഴി വെളിപ്പെടും. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച് അല്പമിനിറ്റുകൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അല്പമിനിറ്റുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. സഹിപ്പാൻ കഴിയേണ്ടതിന് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ ഒരു പോക്കുവഴിയുണ്ട് ദൈവമക്കളെ. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന്, നിനക്ക് സഹിക്കാൻ കഴിയാത്തതൊന്നും തമ്പുരാൻ തരത്തില്ല. നിനക്ക് വഹിക്കാൻ കഴിയാത്തത്, സിസ്റ്ററെ സഹിക്കാൻ കഴിയാത്തതിനപ്പുറത്തതൊന്നും തമ്പുരാൻ തരത്തില്ല. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അതിനകത്തൊരു പോക്കുവഴിയുണ്ട്, അതിനകത്തൊരു പോക്കുവഴിയുണ്ട്. ദൈവ സാന്നിധ്യം ശക്തമായി വെളിപ്പെടുന്നു. ചിലർക്ക് വേണ്ടി ചില പോക്കുവഴി ഒരുങ്ങുന്നു. ഞാൻ എങ്ങനെ ചാടിക്കടക്കുമെന്ന് ചിന്തിക്കുന്ന വിഷയം, ഞാൻ എങ്ങനെ ഈ വിഷയത്തിനകത്തുനിന്ന് പുറത്തു വരുമെന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ പോക്കുവഴി വെളിപ്പെടുന്നു. സുജ അടിവേശിക്ക് താണ്ടി ആത്മാവ് ശക്തമായി തൊടുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി തൊടുന്നു. അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം ശരീരത്തിനകത്ത് വെളിപ്പെടുന്നത് പോലെ ഹല്ലേലൂയ, ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, നിനക്ക് കഴിയാത്തതിനപ്പുറമായ ചില സാമ്പത്തിക വിഷയങ്ങളുടെ മേലിൽ കർത്താവിന്റെ കരമിറങ്ങുന്നെന്ന് ആത്മാവ് പ്രവചിക്കുകയാ. ആലോചിക്കുന്ന ചില കാര്യങ്ങൾക്ക് മീതെ ചില ദൈവപ്രവൃത്തികൾ വേഗത്തിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഇനിയുള്ള ചില ദിവസങ്ങൾ ദൈവ മഹത്വം വെളിപ്പെടുന്ന ദിവസങ്ങളാണെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. ചില പോക്കുവഴി വേഗത്തിൽ എല്ലാ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഓനെ നിന്നെ പരിശുദ്ധ തൊട്ടുകൊണ്ടിരിക്കുക. നിന്റെ ബ്രെയിനുമായി ബന്ധപ്പെട്ട് കർത്താവ് ഭയങ്കര വിടുതലുകളെ തുറക്കുന്നെന്ന് പരിശുദ്ധ പ്രവചിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശരീരത്തിനകത്ത് ഭയങ്കര വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നു. കർത്താവേ, ജനത്തിന് വേണ്ടി ഒരു പോക്കുവഴി വെളിപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ ഇവരകപ്പെടുന്ന പരീക്ഷയ്ക്കകത്ത് ജയിക്കുവാൻ തക്കതായ പോക്കുവഴി ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നത് കൊണ്ട് സ്തോത്രം. ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരുന്നത് കൊണ്ട് സ്തോത്രം. ഇവരെ അങ്ങ് വിടുവിക്കുന്നത് കൊണ്ട് സ്തോത്രം. ദൈവ സാന്നിധ്യം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. ദൈവിക ഇടപെടലുകൾ യേശുവിന്റെ നാമത്തിൽ ഇവർക്ക് വേണ്ടി തുറക്കട്ടെ. കർത്താവ്, ഞാൻ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ പ്രവർത്തികൾ ഇവരുടെ ലൈഫിനകത്ത് വെളിപ്പെടട്ടെ. കർത്താവ് സഹായിക്കണമേ, വിടുവിക്കണമേ. വിടുതലിന്റെ കരം വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പരീക്ഷയോട് കൂടെ ദൈവം പോക്കുവഴിയും കൽപ്പിക്കും.
ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി വലിയൊരു പോക്ക് വഴി ദിവസങ്ങളിൽ വെളിപ്പെടുത്തി തന്ന് നിങ്ങളെ നടത്തുന്ന കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ആമേൻ. വിശ്വാസത്തോടെ ദൈവത്തോട് ഹല്ലേലൂയ പിറുപിറുക്കാതെ വിശ്വാസത്തോടെ ആയിരിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് പാട്ടുപാടി സഹായിച്ച പ്രിയാന്റിയെ ഓർത്ത് സ്തോത്രം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസങ്ങളിലും കർത്താവ് അനുവദിക്കുന്നത് പോലെ ഒരുമിച്ചായിരിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. പ്രാർത്ഥിച്ച് സഹായിച്ചവരുണ്ട്, വചനം വായിച്ചവരുണ്ട്, എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കണം. വരുന്ന ആഴ്ചയിലും ഇതേ ലിങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഈ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയറുകൾ ചെയ്യുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതുതായി ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ലീവ് ആകത്തുള്ളൂ. അതുകൊണ്ട് അൺമ്യൂട്ട് ചെയ്ത് ഓരോരുത്തരായി നിങ്ങളുടെ വിഷയങ്ങളെ ഷെയർ ചെയ്യുക, പ്രാർത്ഥിക്കാം. എന്തെങ്കിലും പ്രത്യേകമായ വിടുതലുകൾ, സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് ചെയ്ത വിടുതലുകൾ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള അവസരം കൂടെ ഇത് സമയത്തുണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തർക്കായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ, സാക്ഷ്യങ്ങളെ ഷെയർ ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്.